വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഇംഗ്ലീഷിൽ 2022 നടന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സോൾവ്ഡ് ആൻസേഴ്സുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആൻസർ ആൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4 ഈച്ച് ക്യാരീസ് ഓൺ സ്കോർ. ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. My dreams at that time were rather confused, he admitted. Before my condition was diagnosed, I had been bored with life. There did not seem to be anything worth doing. But shortly after I came out of hospital, I dreamed that I was going to be executed. I suddenly realized that there were a lot of worthwhile things to do if I were deprived. Another recurring dream was the idea of sacrificing my life to save others. After all, if I were going to die, I might as well do some good. ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ഐ റെഫർ ടു? ഇവിടെ നമുക്കറിയാം ഇത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വേർഡ്സ് ആണ് പറയുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? സ്റ്റീഫൻ ഹോക്കിംഗ്. ഹു ഈസ് ഐ റെഫർ ടു എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വൈ വേർ ഹിസ് ഡ്രീംസ് റാദർ കൺഫ്യൂസ്ഡ്? ആൻസർ എന്താണ്? ഹി ഹാഡ് ബീൻ ബോർഡ് വിത്ത് ലൈഫ്. സ്റ്റീഫൻ ഹോക്കിങ്ങിന് ജീവിതം മടുക്കുന്നുണ്ട് അല്ലേ, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്തൊക്കെ എഴുതാം? ഹി ഹാഡ് ബീൻ ബോർഡ് വിത്ത് ലൈഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹി ഹാഡ് നോ ഗോൾസ് ഇൻ ലൈഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹി ഹാഡ് നോ എയിം ഇൻ ലൈഫ് എന്നും പറയാം. തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് വാസ് ഹിസ് റിക്കറിങ് ഡ്രീം? പാരഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ടു സാക്രിഫൈസ് ഹിസ് ലൈഫ് ടു സേവ് അതേഴ്സ്. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ടു സാക്രിഫൈസ് ഹിസ് ലൈഫ് ടു സേവ് അതേഴ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു മീനിങ് തന്നിട്ട് അതിൻ്റെ വേർഡ് എടുത്തെഴുതാൻ വേണ്ടി ചോദിക്കും. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ? റിലീസ്ഡ് എന്ന് മീനിങ് ഉള്ള വേർഡ് കണ്ടെത്താനാണ് പറയുന്നത്. ആൻസർ എന്താണ്? റിപ്രൈവ്ഡ്. റിപ്രൈവ്ഡ് എന്നാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആൻസർ ആൾ ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 8 ഈച്ച് ക്യാരീസ് ഓൺ സ്കോർ. നേരത്തെ പ്രോസ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഒരു പാരഗ്രാഫ് തന്നിട്ടാണ് 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. താഴെ തന്നിട്ടുള്ളത് പൊയം ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുക, പൊയം ശ്രദ്ധിക്കുക. ദ ക്യാപ്റ്റൻ സ്മിത്ത്, ഹെർ കമാൻഡർ ബ്രേവ്, തോട്ട് നോട്ട് ഓൺ മൊമെൻറ്റ് ഹിസ് ഓൺ ലൈഫ് ടു സേവ്, ബട്ട് സ്റ്റുഡ് ഓൺ ദ ബ്രിഡ്ജ് കാളിംഗ് ഔട്ട് ടു ദ ക്രൂ, remember your country, be British, be true. And England and Ireland and Scotland and Wales proved there to world their valor never fails. The women and children first was their cry, and every one of the crew stood by. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 5 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹു ഈസ് ദ ബ്രേവ് കമാൻഡർ ഓഫ് ദ ഷിപ്പ്? സിമ്പിളാണ്, അവിടെ തന്നിട്ടുണ്ട് ക്യാപ്റ്റൻ സ്മിത്ത്. ഫിഫ്ത്തിൻ്റെ ആൻസർ എന്താ? ക്യാപ്റ്റൻ സ്മിത്ത്. സിക്സ്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പിക്ക് ഔട്ട് ദ ലൈൻ വിച്ച് സജസ്റ്റ് ദ ഐഡിയൽ ക്വാളിറ്റി ഓഫ് ദ ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ്റെ ക്വാളിറ്റി കാണിക്കുന്ന ലൈൻ എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഏതാണ്? തോട്ട് നോട്ട് ഓൺ മൊമെൻറ്റ് ഹിസ് ഓൺ ലൈഫ് ടു സേവ്. ആ ലൈൻ എഴുതി വെച്ചാൽ മതി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദെൻ ക്യാപ്റ്റൻ സ്മിത്ത്, ഹെർ കമാൻഡർ ബ്രേവ്, ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ദ അബവ് ലൈൻ. എപ്പോഴും ശ്രദ്ധിക്കുക, +1 സ്ഥിരമായിട്ട് ഒരു പോയറ്റിക് ഡിവൈസ് ചോദിക്കും, ഫിഗർ ഓഫ് സ്പീച്ച് ചോദിക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഈഫ് എന്നുള്ള പോയത്തിലും പേഴ്സോണിഫിക്കേഷൻ വരുന്നുണ്ട്. സെയിം ആണ്, ഇവിടെ സെയിം പോയറ്റിക് ഡിവൈസ് ആണ് തന്നിട്ടുള്ളത്. 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? പേഴ്സോണിഫിക്കേഷൻ. ദെൻ 8ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹു ഗോട്ട് ദ ടോപ്പ് പ്രയോറിറ്റി ടു ബി റെസ്ക്യൂഡ് ഫ്രം ദ സിങ്കിങ് ടൈറ്റാനിക്? ടൈറ്റാനിക് മുങ്ങുമ്പോൾ അതിലെ പ്രയോറിറ്റി കിട്ടിയത് ആർക്കാ? അതിൽ പറയുന്നുണ്ട് അല്ലേ, ദ വിമൺ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് പ്രയോറിറ്റി കിട്ടിയത്? ദ വിമൺ ആൻഡ് ചിൽഡ്രൻ. ആൻസർ എന്താണ്? ദ വിമൺ ആൻഡ് ചിൽഡ്രൻ. ദെൻ പാർട്ട് 2 സൈഡ് നോക്കാം. ഇവിടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് വരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. +1 സ്ഥിരമായിട്ട് റിപ്പോർട്ടഡ് സ്പീച്ചും ചോദിക്കാറുണ്ട്. ഗ്രാമർ ഏരിയയിൽ നിന്ന് റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവും, ഈഫ് ക്ലോസ് ഉണ്ടാവും, ശ്രദ്ധിക്കുക. അപ്പോൾ 9th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ഡയലോഗ് ബിറ്റ്വീൻ മിസ്സസ് ക്ലിഫോർഡ് ആൻഡ് മിസ്റ്റർ ഗുപ്ത ഇൻ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് ഗിവൺ ബിലോ. റിപ്പോർട്ട് ദ ഡയലോഗ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ഇനി ഡയലോഗ് ശ്രദ്ധിക്കുക. മിസ്സസ് ക്ലിഫോർഡ്, ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? മിസ്റ്റർ ഗുപ്ത, യെസ് ഐ ഹാവ് സീൻ ഇറ്റ്. ഈ ഡയലോഗ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം
റിപ്പോർട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ടൈപ്പാണ്, അതും യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും? ഇതിൻ്റെ ആൻസർ എങ്ങനെ വരിക? മിസ്സസ് ക്ലിഫോർഡ് ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത വെദർ, അല്ലേ? എന്തുകൊണ്ടാണ് വെദർ ചേർക്കുന്നത്? വെദർ അല്ലെങ്കിൽ ഈഫ് രണ്ടും ചേർക്കാം. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വെദറോ ഈഫോ ചേർക്കണം. പിന്നെ എന്ത് വരും? ഡിഡ് യു ആണ്, അല്ലേ? എങ്ങനെ വരും? ഹി ഹാഡ് സീൻ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ. ദെൻ അടുത്ത ഡയലോഗ് നോക്കാം. മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് പോസിറ്റീവ്ലി. നമുക്കറിയാം യെസ് എന്നുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ പോസിറ്റീവ്ലി അല്ലെങ്കിൽ അഫർമേറ്റീവ്ലി എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് പോസിറ്റീവ്ലി ദാറ്റ് ഹി ഹാഡ് സീൻ ഇറ്റ്. അപ്പോൾ ആൻസർ എങ്ങനെ വരും? മിസ്സസ് ക്ലിഫോർഡ് ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത വെദർ ഹി ഹാഡ് സീൻ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ. മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് പോസിറ്റീവ്ലി ദാറ്റ് ഹി ഹാഡ് സീൻ ഇറ്റ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 10th ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളത്. ബ്രാക്കറ്റിൽ നോക്കാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദെർഫോർ. ഒന്നാമത് ഏതാ വരുന്നത്? അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും? അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് ദ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഫോർ വെസ്റ്റ്മിനിസ്റ്റർ. ദെർഫോർ സെക്കൻഡ് എന്ത് വരും? ദെർഫോർ ഹി അറ്റൻഡഡ് ദ ലോക്കൽ സെയിൻറ്റ് ആൽബൻ സ്കൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11 ഈഫ് ക്ലോസ് ആണ്. ശ്രദ്ധിക്കുക. ഈഫ് യുണൈറ്റഡ് നേഷൻസ് ഏത് ക്ലോസ് ആണ് വരുന്നത്? അവിടെ തേർഡ് കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഈഫ് യുണൈറ്റഡ് നേഷൻസ് ഹാഡ് സ്റ്റോപ്പ്ഡ്. ഇതെങ്ങനെയാണ് മനസ്സിലായത് തേർഡ് കണ്ടീഷനാണെന്ന്? അതിൻ്റെ മെയിൻ ക്ലോസ് നോക്കുക. മെയിൻ ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസ് വരുന്നുണ്ട്, അല്ലേ? ഈഫ് യുണൈറ്റഡ് നേഷൻസ് ഡാഷ് ദ വാർ ബിറ്റ്വീൻ ടു കൺട്രീസ് ബിഫോർ ഹാൻഡ് സോ മെനി ചിൽഡ്രൻ ആൻഡ് ദ ഓൾഡ് വുഡ് നോട്ട് ഹാവ്. അപ്പോൾ വുഡ് നോട്ട് ഹാവ്, വുഡ് ഹാവ് ഒക്കെ ഏതിലാണ് വരുന്നത്? തേർഡ് കണ്ടീഷനിലാണ്. സോ അവിടെ എങ്ങനെ ആൻസർ എങ്ങനെ വരും? ഈഫ് യുണൈറ്റഡ് നേഷൻസ് ഹാഡ് സ്റ്റോപ്പ്ഡ് ദ വാർ ബിറ്റ്വീൻ ടു കൺട്രീസ് ബിഫോർ ഹാൻഡ് സോ മെനി ചിൽഡ്രൻ ആൻഡ് ദ ഓൾഡ് വുഡ് നോട്ട് ഹാവ് സഫേർഡ് ഫ്രം ഹങ്കർ ആൻഡ് കോൾഡ്. ഇഫ് ദ സിറ്റുവേഷൻസ് കണ്ടിന്യൂ ദ സെയിം. ഏതാ കണ്ടീഷൻ വരുന്നത്? ഫസ്റ്റ് കണ്ടീഷനാണ്. അപ്പോൾ എന്ത് വരും? അതിൻ്റെ മെയിൻ ക്ലോസ് ടു മെനി ലൈഫ് വിൽ ബി ലോസ്റ്റ്. എങ്ങനെ വരും? ടു മെനി ലൈഫ് വിൽ ബി ലോസ്റ്റ്. ഫസ്റ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് വില്ല്, ഷാല്, ക്യാന്, മേ ഏതെങ്കിലുമാണ് യൂസ് ചെയ്യുക. ഇവിടെ ആപ്റ്റ് ആവുന്ന ഏതാ? വില്ല്, ഷാല്, മേ. പിന്നെ അവിടെ എന്താ? ലോസ് എന്നാണ്. അപ്പോൾ എങ്ങനെ വരും? ബി ലോസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് എന്ത് വരും? ഹാഡ് സ്റ്റോപ്പ്ഡ്. ലാസ്റ്റ് എന്ത് വരും? വിൽ ബി ലോസ്റ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കുക. എക്സ്പ്ലെയിൻ ദ പോയിറ്റ്സ് വ്യൂ ഓൺ ദ ഗിവൺ ലൈൻസ് ഓഫ് ദ പോയം ഈഫ്. ഈഫ് എന്നുള്ള പോയത്തിൽ നിന്നുള്ള 2 ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. നമുക്കറിയാം അതിൽ പോയിട്ട് പറയുന്നുണ്ട് ട്രയംഫ് എന്ന് പറഞ്ഞാൽ വിക്ടറി, വിജയം. അതേപോലെ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ പരാജയം. ഇതിനെ രണ്ടിനെയും എന്ത് ചെയ്യണം? ഒരുപോലെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോയിട്ട് അതിനെ വിളിക്കുന്ന ഇമ്പോസ്റ്റേഴ്സ് എന്നാണ്. ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിറ്റൻഡേഴ്സ്, അഭിനയിക്കുന്നതാണ്. അതായത് മനുഷ്യൻ്റെ ലൈഫിൽ വിജയവും പരാജയവും മാറി മാറി വരും. അത് എന്നും ഒരുപോലെ നിലനിൽക്കില്ല, മാറി മാറി വരും. അപ്പോൾ അതിനെ നല്ല രീതിയിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ അതിനെ നേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ യു വിൽ ബി എ മാൻ, അല്ലേ? അതിൽ പറയുന്ന കണ്ടീഷൻ അതാണ്. നീ ഒരു നല്ല മനുഷ്യനാവും, ഈ ഭൂമിയിലുള്ള എല്ലാം നിനക്കാവുന്നതാണ് പോയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കുക. എഡിറ്റ് ദ ഫോളോവിങ് പാസേജ്. ഫസ്റ്റ് പാസേജ് ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഇയർ ഐ പേ ഹിം എ വിസിറ്റ്. അവിടെ എന്താ? പേ എന്നുള്ളത് എന്താവും? ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട്, പാസ്റ്റ് ആയതുകൊണ്ട് പെയ്ഡ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റെന്താ? ഐ പേ എന്നുള്ളത് ഐ പെയ്ഡ് ഹിം എ വിസിറ്റ്. ഐ തോട്ട് ഐ വുഡ് ഗോ ആൻഡ് സീ ഹൗ തിങ്സ് വാസ് വിത്ത് ഹിം. അവിടെ നോക്കുക. ഐ തോട്ട് ഐ വുഡ് ഗോ ആൻഡ് സീ, 2 കാര്യങ്ങളാണ് പറയുന്നത്. സോ വാസ് അല്ല വരിക, വേർ. അപ്പോൾ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താ? വാസ് മാറിയിട്ട് വേർ വരും. ഓൺ ഹിസ് ലെറ്റേഴ്സ് മൈ ബ്രദർ കാൾഡ് ഹിസ് എസ്റ്റേറ്റ് ഷിംബർഷോ കോർണർ ഓർ ഹിമാലയസ്കി. ഐ അറൈവ്ഡ് അറ്റ് ഹിമാലയസ്കി ഇൻ ആഫ്റ്റർനൂൺ. അതിലെ മിസ്റ്റേക്ക് എന്താ? ഐ അറൈവ്ഡ് ഇൻ ഹിമാലയസ്കി ദ ആഫ്റ്റർനൂൺ. അങ്ങനെയാണ് വരിക. ദെൻ 14th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. The Army Chief of Northwest Frontier Regiment sent an email to Frank's mother
ഇൻഫോമിംഗ് അബൌട്ട് ഹിസ് ഡെത്ത് ഇൻ ദ വാർ. പ്രിപ്പയർ ദ ഇമെയിൽ. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഇമെയിലാണ് പ്ലസ് വണ്ണിൽ ഷുവറായിട്ട് ചോദിക്കുന്ന, ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇമെയിൽ. ഇത് പല ടൈപ്പ് ചോദിക്കാറുണ്ട്, പല ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. സോ ഇമെയിലിൻ്റെ ഫോമാറ്റ് പഠിച്ച് വെക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്കറിയാം ഫ്രാങ്ക് ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൽ വെച്ചിട്ട് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മദറിന് അവിടുത്തെ ചീഫ് അയക്കുന്ന ഒരു ഇമെയിലാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കുക. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാമോ ഫ്ലാഹർട്ടി ഈസ് എ ട്രൂ പാരബിൾ അബൌട്ട് ഓവർകമ്മിങ് ഫിയേഴ്സ് ഇൻ ലൈഫ്. കമൻറ്റ് ഓൺ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി. നമുക്കറിയാം ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ടൈറ്റിലിനെ കുറിച്ച് എഴുതാനാണ് ചോദിക്കുന്നത്. നമുക്കറിയാം യങ് സീകൾ അവൻ്റെ ഫിയർ ഓവർകം ചെയ്ത്, അവൻ്റെ മദർ അവനെ സപ്പോർട്ട് ചെയ്തു, ഒരു ട്രിക്കിലൂടെ അവൻ്റെ കോൺഫിഡൻസ് തിരിച്ചു കൊണ്ടുവരാണ്. ദെൻ ഹി മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് പാരഗ്രാഫ് എഴുതേണ്ടത്. 4 മാർക്ക് ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വേർ എവർ യു ട്രാവൽ എൻജോയ് ആൻഡ് ബി സേഫ്. പ്രിപ്പയർ ടു ഡൂസ് ആൻഡ് ഡോൺട്സ് ഫോർ സേഫ് ട്രാവൽ. അതായത് ഒരു യാത്ര നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡൂസ്, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. എന്തൊക്കെയാണ് ഡൂസിൽ എന്തൊക്കെയാണ് എഴുതാൻ? നമുക്ക് ക്യാരി നെസസറി മെഡിസിൻ, അത്യാവശ്യമുള്ള മെഡിസിൻസൊക്കെ ക്യാരി ചെയ്യാം. പിന്നെയോ ക്യാരി ക്ലോത്ത്സ് അപ്രോപ്രിയേറ്റ് ടു ദ ക്ലൈമറ്റ്, ക്ലൈമറ്റിനനുസരിച്ചുള്ള വസ്ത്രങ്ങളൊക്കെ ക്യാരി ചെയ്യാം. ദെൻ ഡോൺസ് എന്തൊക്കെയാണ് പറയാം? ഡോണ്ട് ക്യാരി എക്സസ് ക്യാഷ്, ഓവറായിട്ട് ക്യാഷ് എടുക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് അക്സെപ്റ്റ് ഫുഡ് ഫ്രം സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫുഡ് വാങ്ങരുത്. അപ്പോൾ ഇവിടെ 2 ഡൂസും 2 ഡോൺസും ആണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. ദ ഷിപ്പിംഗ് കമ്പനി ആൻഡ് ദ പാസഞ്ചർ ടൂറിസ്റ്റ് ഹാവ് ഡിസൈഡഡ് ടു അക്നോളജ് ദ മെറിറ്റോറിയസ് സർവീസ് ഓഫ് ഹസൻ ഡ്യൂറിംഗ് ദ പാൻഡമിക്. Dr. A.J. Cronin was asked to introduce Hassan in the felicitation program. Prepare the script of introductory speech. ഇവിടെ എന്താണ് പറയുന്നത്? ദ സെറാങ് ഓഫ് രണഗഞ്ചി എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഹസന് ആ ഷിപ്പിലെ ടൂറിസ്റ്റുകളും ഷിപ്പിംഗ് കമ്പനിയും കൂടി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്, ഫെലിസിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് ഹസനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഡോക്ടർ A.J. ക്രോണിൻ നടത്തുന്ന ഇൻട്രൊഡക്ടറി സ്പീച്ച്, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സ്പീച്ച് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. മീഡിയ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് ഡസ് മോഡേൺ ടെക്നോളജി റൂയിൻ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ്. റൈറ്റ് 4 ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് ദ ടോപ്പിക്. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളുടെ സ്കൂളിൽ മീഡിയ ക്ലബ്ബ് ഒരു ഡിബേറ്റ് നടത്തുകയാണ്. ഡിബേറ്റിൻ്റെ ടോപ്പിക് എന്താണ്? ഡസ് മോഡേൺ ടെക്നോളജി റൂയിൻ ഹ്യൂമൻ ഇൻട്രാക്ഷൻ. അതായത് മോഡേൺ ടെക്നോളജി ഹ്യൂമൻ ഇൻട്രാക്ഷന്, മനുഷ്യൻ്റെ പരസ്പരമുള്ള ബന്ധങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അതിന് അനുകൂലമായിട്ട് എഴുതേണ്ട 4 പോയിൻറ്റ്സാണ് പറയുന്നത്. നമുക്ക് പല രീതിയിൽ എഴുതാം അല്ലേ? മോഡേൺ ടെക് ഹാസ് സ്പോയിൽഡ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈവൺ ഇൻസൈഡ് ഫാമിലി. നമ്മുടെ ഫാമിലിക്കകത്ത് പോലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ മോഡേൺ ടെക്നോളജി കാരണം സാധ്യമാവുന്നില്ല. പിന്നെന്ത് പറയാം? മോഡേൺ ടെക് ഹാസ് മെയ്ഡ് പീപ്പിൾ ഇറ്റ് സ്ലേവ്സ്, അല്ലേ? ആളുകളെ അടിമകളാക്കി മാറ്റിയിട്ടുണ്ട്. തേർഡ് എന്ത് പറയാം? പീപ്പിൾ ഹാവ് മോർ ഓൺലൈൻ ഫ്രണ്ട്സ് ദാൻ ദെയർ നൈബർഹുഡ്. ആളുകൾക്ക് ചുറ്റുപാടുള്ളതിനേക്കാളും കൂടുതൽ ഓൺലൈൻ ഫ്രണ്ട്സ് ആണെന്ന് പറയാം. ലാസ്റ്റ് 4th പോയിൻ്റ് എന്തെഴുതാം? ഇൻക്രീസ് ഓഫ് സൂയിസൈഡ് അമംഗ് അഡോളസൻസ് ആൻഡ് അഡൾട്ട്സ്, അല്ലേ? കുട്ടികൾക്കിടയിൽ സൂയിസൈഡിനൊക്കെ മോഡേൺ ടെക്നോളജി അഡിക്ഷൻ കാരണമാവുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, ഈ ടോപ്പിക്കിനെ അനുകൂലിച്ചുകൊണ്ട് 4 പോയിൻ്റ് എഴുതാനാണ് പറയുന്നത്. പോയിൻ്റ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19 ശ്രദ്ധിക്കുക. ദ ഡീറ്റെയിൽസ് ഓഫ് ശ്രീമതി ലതാ മങ്കേഷ്കർസ് ലൈഫ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ. യൂസിങ് ദം പ്രിപ്പയർ എ പ്രൊഫൈൽ. പ്രൊഫൈൽ എഴുതാനാണ് പറയുന്നത്. ലതാ മങ്കേഷ്കറുടെ പ്രൊഫൈലാണ്. അപ്പോൾ അവിടെ ഹിൻസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. എന്നാണ് ജനിച്ചത്, എന്തൊക്കെ അവാർഡ് കിട്ടി, ഹോണേഴ്സ്, അവർക്ക് എന്തൊക്കെ അംഗീകാരങ്ങളാണ് കിട്ടിയത്, അവരെ കരിയർ ഏതാ, അവരെ മറ്റു പേരുകളിൽ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്, ലാസ്റ്റ് ഡെത്ത്. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? പ്രൊഫൈൽ എഴുതുക. പ്രൊഫൈൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ടൈറ്റിൽ കൊടുക്കുക. പിന്നെ എസ്പെഷ്യലി ലതാ മങ്കേഷ്കർ വാസ് ബോൺ ഓൺ, ഡേറ്റിൻ്റെ മുന്നേ ഒന്ന് ചേർക്കണം. പ്രിപ്പോസിഷൻ്റെ യൂസേജൊക്കെ ശ്രദ്ധിക്കുക. ഒരുപാട് വർഷമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രൊഫൈൽ. സോ ശ്രദ്ധിക്കുക. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഗിവൺ ലൈൻസ് ഓഫ് ദ പോയം ഡെത്ത് ദ ലെവലർ. ഡെത്ത് ദ ലെവലറിന് തന്നിട്ടുള്ള 2 ലൈൻസാണ്. അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുക. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്.
ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയത്തിൻ്റെ ലാസ്റ്റ് 2 ലൈൻസ് ആണ് ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതിലെന്താ പറയുന്നത്? ഓൺലി ദ ആക്ഷൻസ് ഓഫ് ജസ്റ്റ്, നമ്മൾ മരണപ്പെട്ടതിന് ശേഷവും നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് ഭൂമിയിൽ എന്നും സുഗന്ധം പരത്തി നിലനിൽക്കുക എന്നാണ് പറയുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതാം. ദെൻ അടുത്തത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കുക. 21st ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. മിസ്റ്റർ ഗുപ്ത ആസ് എ ഫ്രണ്ട്ലി ക്യാരക്ടർ ഈസ് റെഡി ടു അഡ്ജസ്റ്റ് വിത്ത് ദ നീഡ് ഓഫ് അതേഴ്സ്. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ഗുപ്ത. മിസ്റ്റർ ഗുപ്തൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ മിസ്റ്റർ ഗുപ്തയുടെ, മാഗിയുടെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് നിർബന്ധമായിട്ട് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഇതിന് അടുത്ത ക്വസ്റ്റൻ ശ്രദ്ധിക്കുക. യു ആർ ദ റിപ്പോർട്ടർ ഓഫ് എ ലീഡിംഗ് ന്യൂസ് ചാനൽ ആൻഡ് വാസ് അസൈൻ ടു റിപ്പോർട്ട് എ ലൈവ് TV പ്രോഗ്രാം ടേർട്ടിൽ കാളിംഗ് റിച്വൽ ഇൻ അമുവാന വില്ലേജ്. പ്രിപ്പയർ എ ലൈവ് TV റിപ്പോർട്ട്. ലൈവ് TV റിപ്പോർട്ടും +1 തുടർച്ചയായിട്ട് ചോദിച്ച് കാണുന്നതാണ്, ശ്രദ്ധിക്കുക. അത് നമ്മൾ ഏത് ചാപ്റ്ററിൽ ചെയ്തതാണ്? ദ ട്രിപ്പ് ഓഫ് ലെഹോള എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി സൈഡിൽ ചെയ്താണ്, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നിക്കോളാസ് ഡിയറസ്റ്റ് ഡ്രീം ഹാഡ് കം ട്രൂ ആൻഡ് ഹി ബിക്കെയിം ആൻ എസ്റ്റേറ്റ് ഓണർ. യു ആർ എ സ്റ്റാഫ് റിപ്പോർട്ടർ ഓഫ് എ ഡൈലി ആൻഡ് ഡിസൈഡഡ് ടു ഇൻ്റർവ്യൂ ഹിം ഫോർ ദ ഡൈലി. പ്രിപ്പയർ 6 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് പോസിബിൾ ആൻസേഴ്സ്. ഇവിടെ നമുക്കറിയാം നിക്കോളെ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം നിറവേറ്റാണ്. അദ്ദേഹം ഒരു എസ്റ്റേറ്റ് മാനേജറായി. അദ്ദേഹത്തോട് ചോദിക്കാനുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ് എഴുതാൻ പറയുന്നത്. അതിൻ്റെ റെസ്പോൺസസ് അദ്ദേഹത്തിൻ്റെ മറുപടിയും കൂടി നിങ്ങൾ എഴുതണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാവിംഗ് റീഡ് ദ സ്റ്റോറി കൺസെപ്ച്വൽ ഫ്രൂട്ട് യു ഫീൽ ഇൻട്രസ്റ്റഡ് ഇൻ ദ കോസ് ഓഫ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ആൻഡ് ഡിസൈഡഡ് ടു ഹൈലൈറ്റ് their പ്രോബ്ലംസ്. റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ പ്രോമിനൻറ്റ് ഡൈലി കമൻറ്റിംഗ് ഓൺ ദ പ്ലൈറ്റ് ആൻഡ് നീഡ് ഓഫ് സച്ച് ചിൽഡ്രൻ. ഇവിടെ ലെറ്റർ ടു എഡിറ്റർ ആണ്, ശ്രദ്ധിക്കുക. ലെറ്റർ ടു എഡിറ്ററിൻ്റെ ഫോമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി സൈഡിൽ ഇതിൻ്റെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്, ആൾറെഡി ക്ലാസ് റൂമിലൊക്കെ ചെയ്തതാവും, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫ്രം വേണം, ഫ്രമിൻ്റെ താഴെ ഡേറ്റ്, പിന്നെ ടു അഡ്രസ്സ് എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് ദ എഡിറ്റർ, ന്യൂസ് പേപ്പറിൻ്റെ പേര്, ബ്യൂറോൻ്റെ പ്ലേസ്, ദെൻ ഡിയർ സർ, സബ്ജക്റ്റ് കൊടുക്കണം. 3 പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇഗ്നൈറ്റഡ് ദ മൈൻഡ് ഓഫ് ദി യൂത്ത് ത്രൂ ഹിസ് മോട്ടിവേഷണൽ സ്പീച്ച് ഐ വിൽ ഫ്ലൈ. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ സ്പീച്ച്. നമുക്കൊരു സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഐ വിൽ ഫ്ലൈ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ ആണ് എഴുതേണ്ടത്. അപ്പോൾ കലാം പറയുന്ന ഹൗ ടു ബി യുണീക്ക് എന്നുള്ള പോയിന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എഴുതേണ്ടത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ യങ് സീഗൾ മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് താങ്ക്സ് ടു ഹിസ് മദേഴ്സ് ടൈംലി ഇൻ്റർവെൻഷൻ. ഹാവ് യുവർ പാരൻസ് എവർ മെയ്ഡ് എനി സച്ച് ടൈംലി ഇൻ്റർവെൻഷൻസ് ഇൻ ഓർഡർ ടു റീഫിൽ സെൽഫ് കോൺഫിഡൻസ് ഇൻ യു. നരേറ്റ് ഓൺ സച്ച് ഇൻസിഡൻറ്റ് ഇൻ അബൌട്ട് 80 വേർഡ്സ്. അതായത് നമുക്കറിയാം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിൽ യങ് സീകളിന് ഒരു കറക്റ്റ് ടൈമിൽ ഇടപെട്ട് അവന് കോൺഫിഡൻസ് കൊടുക്കുന്ന അവൻ്റെ മദറാണ്. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സമയത്ത് ഇടപെട്ടിട്ട് നിങ്ങളെ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? ആ എക്സ്പീരിയൻസ് ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27 ശ്രദ്ധിക്കുക. വില്യം വേർഡ്സ്വർത്ത് ഇൻ ദ പോയം ടു സ്ലീപ്പ് ഗ്ലോറിഫൈസ് സ്ലീപ്പ്. ഹി കാൾസ് സ്ലീപ്പ് ആസ് എ ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട് ആൻഡ് ജോയസ് ഹെൽത്ത്. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് യുവർ ആറ്റിറ്റ്യൂഡ് ടു സ്ലീപ്പ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ പോയം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് സ്ലീപ്പിനെ കുറിച്ച് പോയിട്ട് വില്യം വേർഡ്സ്വർത്ത് അതിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് വില്യം വേർഡ്സ്വർത്ത് അതിൽ പറയുന്നുണ്ട് സ്ലീപ്പ് ഈസ് ദ മദർ ഓഫ് ഫ്രഷ് തോട്ട്, ഇറ്റ് ഈസ് എ ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. ഇങ്ങനെ ഒരുപാട് എക്സ്പ്രഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതാൻ പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28. സ്പോർട്സ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് കണ്ടക്റ്റഡ് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ദ ഇമ്പോർട്ടൻസ് ഓഫ് യോഗ ഇൻ ഡെയിലി ലൈഫ് ഇൻ കണക്ഷൻ വിത്ത് ദ ഇൻ്റർനാഷണൽ യോഗ ഡേ. പ്രിപ്പയർ എ റിപ്പോർട്ട് ഓഫ് ദ സെമിനാർ. അതായത് നിങ്ങളുടെ സ്കൂളിൽ നടത്തിയിട്ടുള്ള ഒരു സെമിനാർ റിപ്പോർട്ട് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെമിനാർ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ടൊക്കെ ചോദിക്കും. ഇത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടുമായിട്ട് മാറിപ്പോകരുത്, ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനടുത്തത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 എഴുതാനുള്ളത്, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 29 ശ്രദ്ധിക്കുക. ലൈഫ് ഓൺ ദ എർത്ത് ഈസ് എവർ ഇൻക്രീസിംഗ് റിസ്ക് ഓഫ് ബീങ് വൈപ്ഡ് ഔട്ട് ബൈ ഡിസാസ്റ്റർ സച്ച് ആസ് സഡൻ ഗ്ലോബൽ ന്യൂക്ലിയർ വാർ, എ
ജനറ്റിക്കലി എഞ്ചിനീയർഡ് വൈറസ് ഓർ അതർ ഡേഞ്ചറസ് വി ഹാവ് നോട്ട് യെറ്റ് തോട്ട് ഓഫ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു കൊട്ടേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, നമ്മുടെ റിസ്ക് വർദ്ധിപ്പിക്കുകയാണ്. കാരണം എന്താ, ഏത് നിമിഷം ഒരു ന്യൂക്ലിയർ വാറോ അല്ലെങ്കിൽ ജനിതക രോഗാണുക്കൾ കൊണ്ടുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ വൈറസ് മൂലമുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാം. ഇനി താഴെ പറഞ്ഞിട്ടുള്ള എന്താ, റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ടോപ്പിക് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് എബവ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചൊരു എസ്സേ എഴുതാം. എസ്സേ എഴുതുമ്പോൾ ടൈറ്റിൽ കൊടുക്കണം, ടൈറ്റിൽ സെയിം കൊടുക്കാം, ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ ചാപ്റ്ററിൽ പഠിച്ചതും എന്താണ് ഡിസാസ്റ്റേഴ്സ്, അതെങ്ങനെയാണ് ബാധിക്കുന്നത്, എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്സേ എഴുതുക. ടൈറ്റിൽ കൊടുക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30. Gandhian strategy, the exclusive mantra for solving problems of the modern society. Prepare a script of speech to be delivered on Gandhi Jayanti Day. ഗാന്ധി ജയന്തി ഡേക്ക് നടത്താനുള്ള ഒരു സ്പീച്ചാണ്. എസ്പെഷ്യലി ഫോക്കസ് ചെയ്യേണ്ടത് എന്താ, മോഡേൺ ടൈമിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷനാണ് ഗാന്ധിയൻ ഫിലോസഫി, ഗാന്ധിയുടെ സ്ട്രാറ്റജി. അതിൽ ശ്രദ്ധിക്കുക, ഇതേ ക്വസ്റ്റ്യൻ നമ്മുടെ ആക്ടിവിറ്റി സൈഡിലുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ഗാന്ധിയുടെ ഫിലോസഫി ആയിട്ടുള്ള ഫിയർലെസ്നെസ്സും ട്രൂത്തിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് എഴുതുക. പിന്നെ ഗാന്ധിയുടെ ക്വാളിറ്റീസ്, ഗാന്ധിയുടെ ഡ്രീം ഓഫ് ഇന്ത്യ തുടങ്ങിയ പോയിൻറ്റ്സൊക്കെ ചാപ്റ്ററിലുണ്ട്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 31. എപ്പോഴും ശ്രദ്ധിക്കുക, +1 എക്സാമിനേഷൻ, പബ്ലിക് എക്സാമിനേഷൻ ആണെങ്കിലും മോഡലാണെങ്കിലും ഒക്കെ നമുക്ക് ചോദിക്കുന്ന പൊയം എന്ന് പറയുന്നത് പുറത്തുനിന്നൊരു പൊയം തന്നിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാനാണ് ചോദിക്കുന്നത്. പൊയം കമ്പാരിസൺ അല്ല, തികച്ചും സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു പൊയം തന്നിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാനാണ് ചോദിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഹിസ് ജേണീസ് ജസ്റ്റ് ബിഗൺ എന്നുള്ള ഒരു പൊയമാണ്. എസ്പെഷ്യലി നമ്മൾ പഠിച്ചിട്ടുള്ള ഡെത്ത് ദ ലെവലർ എന്നുള്ള പൊയവുമായിട്ട് സാമ്യത ഉള്ള ഒരു പൊയമാണ്. അതായത് ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പൊയമാണ്. സോ ഇതിൽ ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് എഴുതുക. എഴുതുമ്പോൾ 1.5 പേജോളം എഴുതണം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ ചോയ്സ് ഉണ്ടാവാറുണ്ട് സാധാരണ. ഇവിടെയും നമുക്ക് കാണാം 3 ക്വസ്റ്റ്യൻസ് തന്നിട്ട് 2 എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റുന്നവർ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം, അല്ലെങ്കിൽ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് 2022 കഴിഞ്ഞ വർഷം നടന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനാലിസിസുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക്